ഇത് തൃശ്ശൂർ ജില്ലയിലെ അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ 2009-2010 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള SC പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. യുവതി യുവാക്കൾ അവരുടെ കഴിവ് സിനിമോട്ടോഗ്രാഫിയിലും തെളിയിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ശ്രീ ഹരി തേജസ് കൊടുങ്ങല്ലൂരാണ് മൂലകഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഈ ഹ്രസ്വചിത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭ CDS ചെയർപേഴ്സൺ ഗീത സത്യനാണ്. നരേഷൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ അനിൽകുമാറാണ്. പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നത് ഷിമി, കൂട്ടുകാരിയായി വിനീഷ, കൂടാതെ നെല്ലി പ്രതാപ്, സുബ്രഹ്മണ്യൻ അന്നമനട തുടങ്ങി ഫോട്ടോഗ്രാഫി പഠനത്തിന് വേണ്ടി വന്നിരിക്കുന്ന കുട്ടികൾ ഈ ഹ്രസ്വചിത്രത്തിൽ മുഖം കാണിച്ചിട്ടുണ്ട്. സഹസംവിധാനം നിധിൻ അന്നമനടയും ചമയം സന്ധ്യയും നിർവഹിച്ചു. ഈ മനോഹര തീരവും എൻ്റെ കാൽത്തളകൾക്കൊപ്പം താളം പിടിച്ച പുഴയിലെ ഓളങ്ങളും ഞങ്ങളുടെ മാത്രമെന്ന് അവകാശപ്പെടാവുന്ന ഈ കൊച്ചു ക്ഷേത്രഗ്രാമ കാഴ്ചകളും എത്ര തവണ കണ്ടിട്ടുള്ളതാണെന്നോ. പക്ഷേ എൻ്റെ കണ്ണിൽ പതിഞ്ഞു മായാതെ കിടന്നിരുന്ന ഈ മനോഹര ദൃശ്യങ്ങൾ ഇത്ര വലിയ അംഗീകാരം നേടിത്തരുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓർത്തിരുന്നില്ല. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് സ്വയം തൊഴിലിനായി ഫോട്ടോഗ്രാഫിയിൽ സൗജന്യ പരിശീലനം ഗ്രാമപഞ്ചായത്ത് നൽകുന്നുണ്ടെന്ന് അറിയിക്കാനാണ് മെമ്പർമാർ വന്നത്. ചട്ടിയും കലവും കഴുകി വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് ജീവിതം തള്ളി നിൽക്കുന്ന എന്നെ ഈ വാർത്ത വല്ലാതെ ആകർഷിച്ചു. അയൽവീട്ടിലെ എൻ്റെ ഉറ്റ ചങ്ങാതിയെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി. പക്ഷേ അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവളുടെ അച്ഛൻ സമ്മതിക്കാത്തതിനാലായിരിക്കാം. അയാളൊരു ദുഷ്ടനാ. കള്ളു കുടിച്ചും നാട്ടിൽ കുശുമ്പുകൾ പറഞ്ഞ് ജീവിതം ആർക്കും ഗുണം ചെയ്യാതെ നടക്കുന്നയാൾ. പെൺകുട്ടികൾ ഉണ്ടായാൽ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വരെ വളർത്തുക എന്നത് മാത്രമായിരിക്കും ആ പാവം അച്ഛൻ്റെ മനസ്സിൽ. എൻ്റെ അച്ഛനുമായി കുടിച്ചു വന്നാൽ വഴക്കിടും. ഞാനിത് എത്ര കണ്ടിട്ടുള്ളതാണ്. പഞ്ചായത്തിൽ പോയി ഫോട്ടോഗ്രാഫി പഠനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഒരു ദിവസം ഞങ്ങൾ എടുത്ത വർണ്ണക്കാഴ്ചകളുടെ പ്രിന്റുകൾ എടുത്ത് മടങ്ങുമ്പോൾ എൻ്റെ കൂട്ടുകാരിയെ കണ്ടു. അവൾക്ക് കല്യാണമാണത്രേ. എന്താ അവളുടെ ഒരു സന്തോഷം! ആ അച്ഛൻ ഏതെങ്കിലും ഒരു കുടിയനെയാണാവോ തേടിപ്പിടിച്ചതെന്ന് ഞാൻ മനസ്സിലോർത്തു. ഭർത്താവാകാൻ പോകുന്ന ആളെ അവൾ വാനോളം പുകഴ്ത്തുന്നത് കേട്ട് ഞാൻ ചിരിച്ചതേയുള്ളൂ. അവൾ എൻ്റെ ആത്മമിത്രമല്ലേ. ആ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാകാം.
പഞ്ചായത്തിലെ പഠനകാലം ഒരു ഉത്സവം പോലെ എൻ്റെ മനസ്സിലെങ്ങോ ഇപ്പോഴും തുടികൊട്ടുന്നുണ്ട്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത അടിസ്ഥാന വർഗത്തിനുള്ള വിദ്യാഭ്യാസം എന്ന ദീർഘവീക്ഷണത്തിൽ ഫോട്ടോഗ്രാഫി, കലയും തൊഴിലും എന്ന ലേഖനം ഒരുപക്ഷെ ആ മഹാത്മാവ് ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് എഴുതുന്നുണ്ടാവാം. ആ മനുഷ്യന്റെ ശല്യം ഷാപ്പ് വഴിയിലൂടെ നടക്കുമ്പോൾ വളരെ ദുസ്സഹമായിരുന്നു. പുതിയ കുട്ടികൾക്ക് ഈ പദ്ധതിയിലൂടെ ഇപ്പോഴും ക്ലാസുകൾ കൊടുക്കുന്നതും അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ എന്നെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതും അംഗീകാരം നൽകിയതും എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു. പക്ഷേ എൻ്റെ കളിക്കൂട്ടുകാരിയുടെ അവസ്ഥ ആരോ പറഞ്ഞറിഞ്ഞ് ആ സന്തോഷത്തെ ഒരു പരിധിവരെ കെടുത്തി എന്ന് വേണം പറയാൻ. എന്തായാലും അവളുടെ അരികിൽ ഇന്ന് തന്നെ പോകാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ഭാഗം തളർന്ന അച്ഛൻ. അവളെ കണ്ടപ്പോൾ, അവളുടെ സങ്കടങ്ങൾ കേട്ടപ്പോൾ സമാശ്വസിപ്പിച്ച് ഞാനും പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ ക്യാമറയിൽ പതിഞ്ഞ അവളുടെയും പശ്ചാത്താപത്തോടെ വിതുമ്പുന്ന ആ പാവമച്ഛൻ്റെയും ദൃശ്യങ്ങൾ എന്നും ഒരു മിഴിനീർക്കണം പോലെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ എനിക്കാവുമോ?